എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദ പെന്തക്കോസ്ത് മിഷനും ഇതര പെന്തക്കോസ്ത് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1924 സിലോണിലെ അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീലങ്കയിലെ കൊളംബോയിൽ മലയാളിയായ പാസ്റ്റർ പോൾ ആരംഭിച്ച സഭയാണ് ദ പെന്തക്കോസ്ത് മിഷൻ എന്ന പെന്തക്കോസ്ത് സഭ. കേരളത്തിലെ പ്രമുഖ പെന്തക്കോസ്ത് സഭകളായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ദൈവസഭകൾ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തുടങ്ങിയ സഭകളുമായി ദ പെന്തക്കോസ്ത് മിഷൻ അല്ലെങ്കിൽ TPMനുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. തുടക്കത്തിലെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ദ പെന്തക്കോസ്ത് മിഷന്റെ എല്ലാ ഉപദേശങ്ങളെയും അനലൈസ് ചെയ്യുവാനോ പരിശോധിക്കുവാനോ അല്ല ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. പെന്തക്കോസ്ത് മിഷന്റെ ഉപദേശങ്ങളും ഞാൻ മുകളിൽ പറഞ്ഞ സഭകളുടെ ഉപദേശങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ മാത്രം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. സിലോൺ പെന്തക്കോസ്ത് സഭയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കണ്ടെത്തുവാനായിട്ട് ഞാൻ പ്രധാനമായും അവലംബമാക്കിയിരിക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന പാസ്റ്റർ TG ഉമ്മൻ. അദ്ദേഹം നിരവധിയായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 16 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു സമാഹാരം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകങ്ങളാണ് എൻ്റെ സമീപത്തിരിക്കുന്നത്. ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അടിസ്ഥാന വേദോപദേശം എന്ന പേരിലുള്ള സമാഹാരമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്രന്ഥം. ഇതിനകത്ത് TG ഉമ്മൻ എഴുതിയ 6 പുസ്തകങ്ങൾ ഒന്നിച്ച് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിലെ ഒരു പുസ്തകമാണ് സിലോൺ പെന്തക്കോസ്ത് സഭ തിരുവചന വെളിച്ചത്തിൽ എന്നുള്ളത്. അടിസ്ഥാനപരമായ 15 വ്യത്യാസങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. TPM വിശ്വാസമനുസരിച്ച് ഒരാളുടെ ആത്മരക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ 3 സ്റ്റെപ്പുകളുണ്ട്. 1 പുതുജനനം, 2 ജലസ്നാനം, 3 ആത്മസ്നാനം. ഈ ഉപദേശം സ്ഥാപിക്കുവാനായി അവർ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശു നിക്കോദെമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണിയുമായി സംഭാഷണം നടത്തുന്നു. ആ സംഭാഷണത്തിനിടയിൽ യേശു നിക്കോദെമോസിനോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന്. എന്നാൽ നിക്കോദെമോസിന് ആ കാര്യം കൃത്യമായി മനസ്സിലാകുന്നില്ല. അങ്ങനെ മനസ്സിലാകാതെ വന്ന നിക്കോദെമോസ് യേശുവിനോട് വീണ്ടും ചോദിക്കുന്നു, ഞാൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യത്തിന് യേശു താൻ ആദ്യം പറഞ്ഞ പുതുജനനം എന്ന കാര്യത്തെ ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് TPMകാർ തങ്ങളുടെ രക്ഷാസിദ്ധാന്തം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് പുതുജനനം, ജലത്താലുള്ള സ്നാനം, ആത്മസ്നാനം എന്നീ 3 ഘടകങ്ങളായി ഇതിനെ തിരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പുതുജനനം പ്രാപിക്കുന്നു. അയാൾ സ്വർഗം കാണുന്നതിന് അവകാശിയായി മാറുന്നു. 2ാമത്തെയും 3ാമത്തെയും സ്റ്റെപ്പുകളായ ജലസ്നാനത്തിലൂടെയും ആത്മസ്നാനത്തിലൂടെയും സ്വർഗത്തിന് അവകാശിയായി മാറുന്നു. അതായത് ഈ 3 പ്രോസസ്സിലും കൂടെ കടന്നുപോയാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകൂ എന്ന് ചുരുക്കം. എന്നാൽ ഇതര പെന്തക്കോസ്ത് സഭകളൊന്നും രക്ഷയ്ക്ക് സ്നാനമോ പരിശുദ്ധാത്മാഭിഷേകമോ അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്നില്ല. ഒരാൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് തന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നതോടുകൂടെ ആ വ്യക്തിയുടെ വീണ്ടും ജനനാനുഭവം ഉണ്ടാകുന്നു. അയാളുടെ സ്വർഗപ്രാപ്തിക്ക് മറ്റ് ചടങ്ങുകളോ മറ്റ് കർമ്മങ്ങളോ ഒന്നും ആവശ്യമായിരിക്കുന്നില്ല. ഇവിടെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ആ വെള്ളം എന്ന് പറയുന്നത് വചനമാണെന്ന് വളരെ കൃത്യമായി മറ്റ് വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഉപദേശവും ഒരു വാക്യം കൊണ്ട് സ്ഥാപിക്കുവാൻ സാധ്യമല്ലല്ലോ. 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ വളരെ കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതായത് TPM ഒഴിച്ചുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളും വിശ്വസിക്കുന്നത് ഒരാളുടെ മാനസാന്തരം അല്ലെങ്കിൽ വീണ്ടും ജനനം സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലുമാണ്. അതാണ് നിക്കോദെമോസിനോട് കർത്താവ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളവും ആത്മാവും എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 സ്നാനം. TPM ഉപദേശമനുസരിച്ച് സ്നാനം എന്ന് പറയുന്നത് രക്ഷയുടെ ഭാഗമായി നടക്കേണ്ടുന്ന ഒരു ചടങ്ങാണ്, അല്ലെ കർമ്മമാണ്. ഇത് ആത്മരക്ഷയ്ക്ക് മാമോദീസ എന്ന കത്തോലിക്ക വിശ്വാസത്തോടാണ് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യമാണ് ഇതിന് ആധാരമായി അവരെടുക്കുന്നത്.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്നാൽ മറ്റ് പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കുന്നത് സ്നാനം എന്ന കർമ്മമാണ് ഒരാളുടെ രക്ഷയ്ക്ക് ആധാരമാകുന്നതെങ്കിൽ വിശ്വാസത്തിന് ഒരു പ്രസക്തിയും ഇല്ലാതാകുകയില്ലേ? അതൊരു കർമ്മമല്ലേ എന്നുള്ളതാണ് ചോദ്യം. അടിസ്ഥാനപരമായി വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടത് ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു വാക്യം മാത്രം ഉപയോഗിച്ചല്ല, ആ വാക്യങ്ങളോടനുബന്ധമായി അതേ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്ന മറ്റ് വാക്യങ്ങൾ കൂടെ വായിച്ചു നോക്കിയും വ്യാഖ്യാനിച്ചും വേണം ഉപദേശങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 2:21, 16:31, റോമർ 10:9, 10, 1 പത്രോസ് 2:6 തുടങ്ങിയ വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 3, ഒരിക്കൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് സഭയിൽ അംഗമായിരുന്ന വ്യക്തി ഏതെങ്കിലും കാരണത്താൽ ദ പെന്തക്കോസ്ത് മിഷൻ സഭയിലേക്ക് അംഗത്വം എടുക്കുവാൻ ചെന്നാൽ ആ വ്യക്തിയെ വീണ്ടും സ്നാനപ്പെടുത്തി മാത്രമേ ആ സഭയിൽ അംഗമാക്കുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനമായി അവർ പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ശുശ്രൂഷകനായിരിക്കണം സ്നാനപ്പെടുത്തേണ്ടത് എന്നാണ്. എന്നാൽ മറ്റൊരു പെന്തക്കോസ്ത് സഭകളും അങ്ങനെ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് സഭയിൽ നിന്ന് വരുന്ന ആളുകളെ, അത് TPM നിന്ന് ഒരാൾ വന്നാൽ പോലും ആ വ്യക്തിയെ വീണ്ടും സ്നാനപ്പെടുത്താറില്ല. അതായത് രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനം നിമജ്ഞന സ്നാനമായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏത് സഭയിൽ നിന്ന് വന്നാലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് മറ്റ് പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരങ്ങനെ സ്വീകരിക്കാറുണ്ട്. രണ്ടാമതൊരു സ്നാനം നടത്താറില്ല. ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അതിന്റെ ആരംഭഘട്ടത്തിൽ ദ പെന്തക്കോസ്ത് മിഷനുമായി ആത്മീയ സഹകരണത്തിലായിരുന്ന 3 വർഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സഹകരണം വിച്ഛേദിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം IPCയിലെ പ്രമുഖ നേതാക്കളെല്ലാവരും മുൻപ് അവർ ബ്രദറൻ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചവരായിരുന്നു. അങ്ങനെ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരാൾ അവരെ സ്നാനപ്പെടുത്തണമെന്ന് നിർബന്ധമായി ദ പെന്തക്കോസ്ത് മിഷന്റെ അന്നത്തെ ലീഡേഴ്സ് ആയിരുന്ന പാസ്റ്റർ ആൽവിനും പാസ്റ്റർ പോളും നിർദ്ദേശിച്ചു. ആ നിർദ്ദേശത്തെ അംഗീകരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടും അത് വചനവിരുദ്ധമായിരുന്നത് കൊണ്ടുമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലീഡേഴ്സ് സിലോൺ പെന്തക്കോസ്ത് മിഷനുമായുള്ള ബന്ധം വിച്ഛേദിച്ചത്. 4, ശുശ്രൂഷകർ വിറ്റവരും ആകണം. TPM സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച നിയോഗം ലഭിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ തങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള സകല വസ്തുവകകളും സ്വത്തുക്കളും വിറ്റ് ആ പണം മുഴുവൻ TPM പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ TPM ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുപോയി കൊടുക്കണം. അവരുടെ കുടുംബാംഗങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഫെയ്ത്ത് ഹോമിലേക്ക് താമസം മാറ്റണം. TPM സഭ ഈ ഉപദേശം രൂപപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ്. യേശുവിന്റെ അടുക്കൽ ഒരു യുവാവ് ഓടി വന്നു. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു ആ യുവാവിന്റെ ചോദ്യം. ആ സംഭാഷണത്തിന്റെ ഒടുവിൽ യേശു അവനോട് പറയുന്നു, നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷയ്ക്ക് വരുന്നവർ തങ്ങളുടെ സ്വത്ത് വിറ്റ് സഭയ്ക്ക് കൊടുക്കണമെന്ന് ഇവർ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത്. ഈ വചനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ഉപദേശത്തിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, യേശുവിന്റെ അടുത്ത് നിത്യജീവൻ ചോദിച്ചു വന്ന ഈ വ്യക്തി ഒരു ശുശ്രൂഷകനാകുവാൻ വേണ്ടിയുള്ള യോഗ്യതയല്ല തൻ്റെ സ്വത്ത് വിൽക്കണമെന്ന് യേശു പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനോട് യേശു പറയുന്നത് നിന്റെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനാണ്. ഒരിക്കലും അത് ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുവന്ന് കൊടുക്കാനല്ല പറയുന്നത്. ആ വചനപ്രകാരമാണെങ്കിൽ TPMൽ ശുശ്രൂഷകരാകുന്ന എല്ലാ ശുശ്രൂഷകരും തങ്ങളുടെ സ്വത്ത് വിറ്റ് ദരിദ്രർക്കാണല്ലോ കൊടുക്കേണ്ടത്. അതോടനുബന്ധമായി ഒരു കാര്യം കൂടെ പറയട്ടെ. നിത്യജീവനെ അവകാശമാക്കുവാൻ സ്വത്ത് വിൽക്കണമെന്നുള്ളത് ഒരു ഉപദേശമായി എടുത്താൽ TPMൽ വിശ്വാസികളാകുന്ന സകല ആളുകളും എല്ലാവരും നിത്യജീവന് വേണ്ടിയാണല്ലോ സഭയിൽ അംഗത്വം എടുക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും അഭിഷേകം പ്രാപിക്കുന്നതുമൊക്കെ. അപ്പൊ ആ കൂട്ടത്തിൽ എല്ലാവരും അവരുടെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വേണം സഭയിൽ അംഗങ്ങളാകുവാൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം. പുതിയ നിയമ ശുശ്രൂഷകരുടെ യോഗ്യതകൾ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗത്ത് അവർ സ്വത്ത് വിൽക്കണമെന്നോ ഭൂമിയിൽ സ്വത്ത് ആർജിക്കാൻ പാടില്ലെന്നോ ഒരു ഭാഗവും നമ്മൾ കാണുന്നില്ല.
എന്നാൽ ആദിമസഭയിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ വിശ്വാസത്തിന്റെ തീവ്രതയിൽ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയും അവരെല്ലാവരും ഒരു സമൂഹമായി ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തതിന്റെ ഒരു മാതൃക കാണുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും അങ്ങനെ ഒരു മാതൃകയില്ല. അതൊരു ഉപദേശമായി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുമില്ല. TPM ഒഴിച്ച് മറ്റൊരു പെന്തക്കോസ്ത് സമൂഹവും തങ്ങളുടെ ശുശ്രൂഷകന്മാർ വിറ്റവരും വിട്ടവരുമാകണമെന്നോ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് സഭയ്ക്ക് നൽകണമെന്നോ പഠിപ്പിക്കുന്നില്ല. 5, വിവാഹത്തെക്കുറിച്ച്. TPM സഭയിൽ ശുശ്രൂഷകരാകുന്ന സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിക്കുവാൻ അനുവാദമില്ല. ഇനി വിവാഹം കഴിച്ചവരാണെങ്കിൽ TPM-ൽ ശുശ്രൂഷക്കാരനോ ശുശ്രൂഷക്കാരത്തിയോ ആകുന്ന ആ നിമിഷം മുതൽ അവർ സെപ്പറേറ്റഡ് ആയി ജീവിക്കണം. വിവാഹം സംബന്ധിച്ച് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമാകുന്നു. ഇവിടെ എല്ലാവർക്കും എന്നുള്ള വാക്കിൽ ശുശ്രൂഷകന്മാരും ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. 1 തിമോഥെയോസ് 3:2 മുതൽ 4 വരെ. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം. സഭയുടെ അധ്യക്ഷന്മാരെ കുറിച്ചാണ് വളരെ വ്യക്തമായി പൗലോസ് ഈ വാക്യം വ്യക്തമാക്കുന്നത്. മർക്കോസ് 10:9. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതായത് സഭയിലെ ശുശ്രൂഷയ്ക്കെത്തുന്ന ദമ്പതികളെ വേർപിരിക്കുവാൻ ദൈവവചന പ്രകാരം പ്രമാണമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ വായിക്കാം. 1 തിമോഥെയോസ് 4:1 മുതൽ 3 വരെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ച് വിവാഹം വിലക്കും. അപ്പോസ്തലനായ പൗലോസ് വിവാഹം വിലക്കുന്നതിനെതിരെ വളരെ ശക്തമായും രൂക്ഷമായും പറയുന്ന ഒരു വാക്യമാണിത്. ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ TPM ഒഴിച്ചുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളും തങ്ങളുടെ ശുശ്രൂഷകന്മാർ വിവാഹിതരായിരിക്കണമെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. 6, വിശുദ്ധന്മാർ. TPM-ന്റെ ഉപദേശമനുസരിച്ച് വിറ്റവരും വിട്ടവരും സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരുമായ ശുശ്രൂഷക വൃന്ദം മാത്രമാണ് വിശുദ്ധന്മാർ എന്ന വിളിക്ക് അർഹരായിട്ടുള്ളത്. തങ്ങളുടെ വിശ്വാസ സമൂഹത്തെ തങ്ങളെ വിശുദ്ധർ എന്ന് വിളിക്കുവാൻ ഇവർ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മറ്റ് പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളും, അത് ശുശ്രൂഷകനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും, വിശുദ്ധൻ എന്ന വിളിക്ക് അർഹനാണ്. വേദപുസ്തകത്തിൽ നിന്നും അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഓരോ സഭയിലെയും വിശുദ്ധന്മാർക്കാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. സാധാരണ വിശ്വാസികളെ കൂടെയാണ് വിശുദ്ധന്മാർ എന്ന് അപ്പോസ്തലനായ പൗലോസ് സംബോധന ചെയ്തിരിക്കുന്നത്. 7, ഭാവി പ്രത്യാശ. TPM വിശ്വാസമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ 1-ാം ഘട്ടത്തിൽ, അതായത് രഹസ്യ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത് TPM ശുശ്രൂഷകരായി പ്രവർത്തിച്ച വിറ്റവരും വിട്ടവരുമായ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്ത ഒരു ചെറിയ സമൂഹം മാത്രമാണ്. ആ കൂട്ടത്തിൽ TPM വിശ്വാസികൾക്കോ മറ്റ് സഭകളിലെ വിശ്വാസികൾക്കോ പ്രവേശനം ഉള്ളതായി അവർ പഠിപ്പിക്കുന്നില്ല. ആ കൂട്ടത്തിൽ TPM വിശ്വാസികൾ പോലും ഉൾപ്പെടുന്നില്ല. മാത്രവുമല്ല, മറ്റ് ഒരു ക്രിസ്തീയ സമൂഹത്തിലും പെട്ട ആരും ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ 1-ാം ഘട്ടത്തിൽ എടുക്കപ്പെടുമെന്ന് TPM സഭ പഠിപ്പിക്കുന്നില്ല. എന്നാൽ മറ്റ് പെന്തക്കോസ്ത് സഭകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭകൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിൽ പെന്തക്കോസ്തുകാരനെന്നോ TPM-കാരനെന്നോ ശുശ്രൂഷകനെന്നോ ശുശ്രൂഷക്കാരത്തിയെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നൊന്നും ഒരു വേർതിരിവുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരെയും ചേർക്കുന്നതിനു വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നതെന്ന് TPM ഒഴിച്ചുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളും വിശ്വസിക്കുന്നു. 8-മതായി 7 വിധ ഉയർപ്പുകൾ.
TPM സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് 7 വിധ ഉയർപ്പുകളുണ്ട്. ഒന്നാമത് ക്രിസ്തുവിന്റെ ഉയർപ്പ്, രണ്ടാമത് സഭയുടെ ഉയർപ്പ്, മൂന്നാമത് മഹോപദ്രവ കാലത്തെ രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പ്, നാലാമതായിട്ട് മഹോപദ്രവ കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന 2 സാക്ഷികളായ ഏലിയാവിന്റെയും ഹാനോക്കിന്റെയും ഉയർപ്പ്, അഞ്ചാമതായിട്ട് പഴയ നിയമ വിശുദ്ധന്മാരും രക്തസാക്ഷികളായി മരിച്ചവരും, ആറാമതായിട്ട് പൂർണ്ണപ്പെടാത്തവരായ നീതിമാന്മാരുടെ ഉയർപ്പ്. അതായത് ശുശ്രൂഷക വൃന്ദത്തിലേക്ക് പ്രവേശിക്കാതെ വിറ്റവരോ ആകാതെ സഭാംഗങ്ങളായി നീതിമാന്മാരായി ജീവിച്ച് മരിച്ചു പോയവരുടെ ഉയർപ്പ്. 7 ദുഷ്ടന്മാർ അല്ലെങ്കിൽ പാപികളുടെ ഉയർപ്പ്. ഇനി മറ്റു പെന്തക്കോസ്ത് സഭകൾ ഈ ഉയർപ്പുകളെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് 2 ഘട്ടമുണ്ടെന്ന് എല്ലാ പെന്തക്കോസ്ത് സഭകളും വിശ്വസിക്കുന്നു. അതിന്റെ ഒന്നാം ഘട്ടമായ രഹസ്യ വരവിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അന്നുവരെ ജീവിച്ച് മരിച്ചുപോയ സകല വിശുദ്ധന്മാരും, അതായത് പഴയ നിയമ വിശുദ്ധന്മാർ ഉൾപ്പെടെ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനോട് ചേരുകയും ചെയ്യും. ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും രൂപാന്തരപ്പെടുകയും ഈ സംഘത്തോട് ചേരുകയും ചെയ്യും. തുടർന്നുള്ള 7 വർഷങ്ങൾ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ വാഴ്ച കാലഘട്ടമാണ്. അതിനുശേഷം യേശുക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എതിർ ക്രിസ്തുവിന്റെ വാഴ്ചാ കാലത്ത് എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് കൊല്ലപ്പെട്ട സകല ആളുകളും ഉയർത്ത് യേശുക്രിസ്തുവിനോടും സംഘത്തോടും കൂടെ ചേർക്കപ്പെടും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. ഈ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനമാണ് അന്ത്യ ന്യായവിധിക്ക് വേണ്ടി സകല ദുഷ്ടന്മാരും സകല പാപികളും ഉയർത്തെഴുന്നേൽക്കുന്നത്. 9 144,000 പേർ. TPM ഉപദേശങ്ങൾ അനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 2 ഭാഗങ്ങളിലായി കാണുന്ന 144,000 പേർ വിറ്റവരും സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തവരുമായ TPM ശുശ്രൂഷക വൃന്ദമാണ്. TPM ഉപദേശങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ TPM കാരനായ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് അവരുടെ ഉപദേശങ്ങൾ അടങ്ങുന്ന 2 പേജുകൾ അയച്ചു തന്നു. നാം വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഇതിൽ 144,000 പേരെ കുറിച്ചുള്ള 2 പരാമർശങ്ങളുണ്ട്. അതിൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് ഇപ്രകാരമാണ് വിശദമാക്കിയിരിക്കുന്നത്. ആ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സഹസ്രാബ്ദ വാഴ്ച, ഇത് പുനരുത്ഥാന നിരകളിൽ കർത്താവായ യേശുക്രിസ്തുവും ആദ്യ 5 നിരയിലുള്ള അവന്റെ വിശുദ്ധന്മാരും ഈ ഭൂമിയിൽ വാഴുന്ന 1000 ആണ്ട് വാഴ്ചയാകുന്നു. അതായത് നമ്മൾ നേരത്തെ 7 തരം ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ 7 വിഭാഗം ഉയർപ്പിൽ ആദ്യത്തെ 5 വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ മാത്രമേ സഹസ്രാബ്ദ വാഴ്ചയിൽ ഉണ്ടാകുകയുള്ളൂ. അതായത് പൂർണ്ണപ്പെടാത്ത നീതിമാന്മാർ ഈ സംഘത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് ചുരുക്കം. ഈ സമയത്ത് ഭൂമിയിൽ പ്രജകളായി ശരീരപ്രകാരം കാണപ്പെടുന്നവർ മഹോപദ്രവത്തെ അതിജീവിച്ച ഇസ്രായേൽ ഗോത്രങ്ങൾ 12-ൽ നിന്നും ദൂതന്മാരാൽ മുദ്രയിടപ്പെട്ട 144,000 യഹൂദന്മാരും അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പിടിച്ച് രക്ഷപ്പെടുന്ന ജാതികളുമായിരിക്കും. എന്നാൽ ഇതേ പേജിൽ തന്നെ നിത്യതയെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ ഈ 144,000 പേരെ കുറിച്ച് ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. നിത്യതയിൽ വ്യത്യസ്ത വാസസ്ഥലങ്ങളുണ്ട്. അതിൽ സിയോനിൽ പ്രവേശനം ലഭിക്കുന്നത് 144,000 വരുന്ന ശുശ്രൂഷക വൃന്ദം മാത്രമാണ്. TPM ഇങ്ങനെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതര പെന്തക്കോസ്ത് സഭകൾ വിശ്വസിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭഭാഗത്ത് പറയുന്ന യഹൂദ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുദ്രയേറ്റ 144,000 വരുന്ന ആ സംഖ്യ തന്നെയാണ് 14-ാം അധ്യായത്തിൽ സിയോനിൽ കാണപ്പെടുന്ന 144,000 പേർ. 10 സിയോൻ മലയെക്കുറിച്ചുള്ള ഉപദേശം. TPM വിശ്വാസമനുസരിച്ച് വിട്ടവരും സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരുമായ ശുശ്രൂഷക വൃന്ദം യേശുക്രിസ്തുവിനോടുകൂടെ വസിക്കുവാനുള്ള ഇടമാണ് സിയോൻ മല. ഈ സിയോനിലേക്ക് സാധാരണക്കാരായ വിശ്വാസികൾക്ക് പ്രവേശനമില്ല. ഭൂമിശാസ്ത്രപരമായി 5 മലകൾ ചേർന്നതാണ് യെരുശലേം നഗരം. അതിനകത്ത് ഒരു മലയാണ് സിയോൻ മല. അവിടെയാണ് ദാവീദിന്റെ കല്ലറയും മാളികമുറിയും ഒക്കെ ഉള്ളത്. ഈ സിയോൻ മലയെക്കുറിച്ച് ധാരാളം ആലങ്കാരിക പ്രയോഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ആ ആലങ്കാരിക പ്രയോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സിയോൻ മലയ്ക്ക് അമിതമായ പ്രാധാന്യം TPM വിശ്വാസത്തിൽ നൽകപ്പെടുന്നു. അതുകൊണ്ട് തന്നെ TPM ശുശ്രൂഷകന്മാർ മരിക്കുമ്പോൾ അവർ പോകുന്നത് സിയോനിലേക്കാണ്.
ഒരാളുടെ മരണം പറയുന്നത് തന്നെ സിയോനിലേക്ക് പോയി എന്നാണ്. മാത്രവുമല്ല, സിയോനെ സ്തുതിച്ചുകൊണ്ട്, സിയോനെ വാഴ്ത്തിക്കൊണ്ട്, സിയോന്റെ പ്രത്യേകതകൾ വർണ്ണിച്ചുകൊണ്ട് ധാരാളം ഗാനങ്ങൾ, പ്രത്യാശ ഗാനങ്ങൾ TPMകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരന്തരമായി അവരത് പാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശുശ്രൂഷക വൃന്ദത്തിന് മാത്രമാണ് ഈ സിയോനിലേക്ക് പ്രവേശനമുള്ളത്. അവിടെ സാധാരണ വിശ്വാസികൾക്ക് പ്രവേശനമില്ല. എന്നാൽ മറ്റ് പെന്തക്കോസ്ത് സഭകളുടെ പൊതുവായ വിശ്വാസം അനുസരിച്ച് സിയോൻ മലയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നില്ല. പുതിയ യെരുശലേം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവും മുഴുവൻ വിശുദ്ധന്മാരും ഒന്നിച്ച് വാഴുന്ന ഇടമാണ്. 11 വിശ്വാസ ഭവനം. അവിവാഹിതരായ സ്ത്രീകളും പുരുഷന്മാരും, അതായത് ശുശ്രൂഷക്കാരും ശുശ്രൂഷക്കാരത്തികളും ഒന്നിച്ച് ഒരു വീട്ടിൽ പാർക്കുന്ന സംവിധാനമാണ് വിശ്വാസ ഭവനം അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംവിധാനത്തെ മറ്റ് പെന്തക്കോസ്ത് സഭകൾ നഖശിഖാന്തം എതിർക്കുന്നു. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. കത്തോലിക്ക സഭയിൽ കന്യാസ്ത്രീകളുണ്ട്. എന്നാൽ കന്യാസ്ത്രീകൾക്ക് പ്രത്യേകം മഠങ്ങളുണ്ട്. അവിടെ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ഒന്നിച്ചല്ല പാർക്കുന്നത്. എന്നാൽ TPM സഭയിൽ ഒരു ഭവനത്തിനകത്ത് അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് പാർക്കുന്നു. ഇത് ധാരാളം ആക്ഷേപങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. മറ്റ് ഒരു പെന്തക്കോസ്ത് സഭയും ഇതുപോലെ വിശ്വാസ ഭവനങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനം സങ്കേതം എന്ന പേരിൽ ഒരുക്കിയിരുന്നു. ഇന്നും ചെറിയ നിലയിൽ ചില സങ്കേതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് പാർക്കുന്ന രീതിയല്ല ഉള്ളത്. 12 ചികിത്സ നിഷേധിക്കൽ. TPM സഭയിലെ ശുശ്രൂഷകന്മാർക്ക് ചികിത്സ ചെയ്യുന്നതിനും മരുന്ന് ഉപയോഗിക്കുന്നതിനും നിർബന്ധിതമായ വിലക്കുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികളും മരുന്ന് ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിശ്വാസികൾക്ക് മരുന്നെടുക്കുന്നതിന് വിലക്കില്ല. ചികിത്സ ചെയ്യുന്നവർക്ക് ചില കാലങ്ങളിലേക്ക് തിരുവത്താഴം നൽകാതിരിക്കുക പോലുള്ള വിലക്കുകളും സഭയിൽ നിലനിന്നിരുന്നു. അപ്പോൾ തന്നെ ശുശ്രൂഷകന്മാർ കണ്ണട വയ്ക്കുക, പല്ല് മാറ്റി വയ്ക്കുക, വിദേശ യാത്രകൾക്ക് വേണ്ടി മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാകുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതര പെന്തക്കോസ്ത് സഭകളുടെ വിശ്വാസമനുസരിച്ച് യേശു സൗഖ്യദായകനാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി സഭകൾ പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നാൽ മരുന്ന് ചെയ്യുന്നതിനെയോ ഹോസ്പിറ്റൽ പോകുന്നതിനെയോ ഒരു സഭകളും വിലക്കുന്നില്ല. 13 കർത്തൃമേശ. ദ പെന്തക്കോസ്ത് മിഷൻ സഭയിൽ കർത്തൃമേശ എടുക്കുന്നതിന് മുൻപേ 3 ദിവസത്തെ ശുദ്ധീകരണ പ്രാർത്ഥന അത്യാവശ്യമായും പങ്കെടുത്തിരിക്കണം. എന്നാൽ ഇതര പെന്തക്കോസ്ത് സഭകളിൽ ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷമല്ല തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നത്. ആദിമ സഭയിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പെന്തക്കോസ്ത് സഭകളിൽ സാധാരണഗതിയിൽ ഞായറാഴ്ചകളിൽ ആരാധനയോടുകൂടെ തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നു. മറ്റ് പൊതുയോഗങ്ങളിലും കൺവെൻഷനുകളിലും ഒക്കെ തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നതിന് വിലക്കുകളില്ല. 14 മറ്റ് ക്രിസ്തീയ വിശ്വാസികളുമായുള്ള നിസ്സഹകരണം. ദ പെന്തക്കോസ്ത് മിഷന്റെ പൊതുരീതി അനുസരിച്ച് മറ്റ് സഭാ സമൂഹങ്ങളുമായി അവർ യാതൊരുവിധ ആത്മീയ കൂട്ടായ്മകളിലും പങ്കെടുക്കാറില്ല. അവർ സ്വയം വിശുദ്ധന്മാരായി തങ്ങളെ കണക്കാക്കുകയും മറ്റുള്ളവരെ അശുദ്ധരായി കണക്കാക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ശുശ്രൂഷകളിൽ സഹകരിക്കാത്തത്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കേണ്ടി വരുന്ന വിവാഹം, ശവസംസ്കാരം തുടങ്ങിയ ചടങ്ങുകളിൽ പോലും ആത്മീയ ശുശ്രൂഷകളിൽ മറ്റ് സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആരെയും പങ്കെടുപ്പിക്കുവാൻ TPMകാർ അനുവദിക്കാറില്ല. ഇനിയും TPM കുടുംബത്തിൽപ്പെട്ട ഒരാൾ മറ്റേതെങ്കിലും ഒരു പെന്തക്കോസ്ത് സമൂഹത്തിലെ ഒരു വധുവിനെയോ വരനെയോ സ്വീകരിച്ചാൽ ആ കുടുംബത്തെ ചില കാലങ്ങളിലേക്ക് സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് വിലക്കി നിർത്തുന്ന രീതിയും TPMലുണ്ട്. എന്നാൽ TPM ഒഴിച്ചുള്ള മറ്റെല്ലാ പെന്തക്കോസ്ത് സഭകളും പരസ്പരം ആത്മീയ ബന്ധം നിലനിർത്തുകയും ശുശ്രൂഷകളിൽ പരസ്പരം ഉൾക്കൊള്ളുകയും മാനിക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. 15 സുവിശേഷീകരണം. ദ പെന്തക്കോസ്ത് മിഷനിൽ സുവിശേഷീകരണം ശുശ്രൂഷക വൃന്ദത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അവിടെ സാധാരണ വിശ്വാസികൾക്ക് സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയോ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാറില്ല. പലരും വ്യക്തിപരമായ നിലയിൽ അവരുടെ ഇഷ്ടപ്രകാരം ചെറിയ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുണ്ട്. എന്നാൽ പൊതുവിൽ സഭയിൽ വിശ്വാസികളെ കൂടെ പങ്കെടുപ്പിച്ച് സുവിശേഷീകരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി TPMലില്ല. എന്നാൽ മറ്റെല്ലാ പെന്തക്കോസ്ത് സഭകളും
സുവിശേഷീകരണം എല്ലാ വിശ്വാസികളുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് പഠിപ്പിക്കുകയും വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് സുവിശേഷീകരണ ദൗത്യത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യും. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കട്ടെ. ദ പെന്തക്കോസ്ത് മിഷൻ അല്ലെങ്കിൽ സിലോൺ പെന്തക്കോസ്ത് മിഷൻ എന്ന സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളും ഉപദേശങ്ങളും നടപടിക്രമങ്ങളും എല്ലാം രൂപപ്പെടുത്തിയത് രണ്ട് വ്യക്തികൾ ചേർന്നാണ്. ഒന്ന് പാസ്റ്റർ പോളും, രണ്ട് പാസ്റ്റർ ആൽവിനും. പാസ്റ്റർ പോൾ ഇതിന്റെ തുടക്കക്കാരനായിരുന്നു. പാസ്റ്റർ ആൽവിൻ രണ്ടാമത്തെ ചീഫ് പാസ്റ്റർ ആയിരുന്നു. പാസ്റ്റർ പോളും പാസ്റ്റർ ആൽവിനും വ്യത്യസ്തമായ രണ്ട് മത സാഹചര്യങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു. പാസ്റ്റർ പോൾ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് വന്നു. അതേസമയം പാസ്റ്റർ ആൽവിൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നാണ് പെന്തക്കോസ്തിലേക്ക് വരുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് സിലോൺ പെന്തക്കോസ്ത് സഭയുടെ ഉപദേശങ്ങളും നടപടിക്രമങ്ങളും ക്രമീകരിച്ചപ്പോൾ അവർ വിട്ടുപോകുന്ന സമൂഹങ്ങളിൽ നിന്ന് കുറെ നല്ല കാര്യങ്ങൾ എന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങൾ കൂടെ അവർ അഡോപ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഈ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തത്. TPM ശുശ്രൂഷകരായ സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കുന്ന വസ്ത്രധാരണ രീതി ഇങ്ങനെ വന്നതാണ്. ആദ്യം ഹൈന്ദവ സമുദായത്തിലെ കാഷായ വസ്ത്രം പോലെയുള്ള വസ്ത്രങ്ങളായിരുന്നു TPMലെ ശുശ്രൂഷകരുടെ വസ്ത്രം. എന്നാൽ പിൽക്കാലത്ത് അത് വെള്ള വസ്ത്രമായി മാറ്റുകയായിരുന്നു. ഇനി കത്തോലിക്ക സഭയിലെ പോലെ ശുശ്രൂഷകർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, കന്യാസ്ത്രീകൾ, മഠങ്ങൾക്ക് പകരമായിട്ടുള്ള വിശ്വാസ ഭവനം എന്നിവയൊക്കെ സഭയുടെ ഭാഗമാക്കി മാറ്റി. മറ്റൊന്ന് കത്തോലിക്ക സഭയിലേതുപോലെയുള്ള പൗരോഹിത്യ സംവിധാനമാണ്. മറ്റെല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും വിരുദ്ധമായി എപ്പിസ്കോപ്പൽ ഭരണരീതിയും പൗരോഹിത്യ ശുശ്രൂഷ ശ്രേണിയുമാണ് TPMലുള്ളത്. ശ്രീലങ്കയിൽ TPM സഭ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലും എപ്പിസ്കോപ്പൽ സഭയായിട്ടാണ്. ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതര പെന്തക്കോസ്ത് സഭകളുടെ നടപടിക്രമങ്ങളെക്കാൾ കത്തോലിക്ക സഭയുമായിട്ടാണ് ദ പെന്തക്കോസ്ത് മിഷന് കുറച്ചുകൂടെ സിമിലാരിറ്റികൾ കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന പാസ്റ്റർ K. എബ്രഹാം TPM സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു പച്ചീർക്കിലി എടുത്ത് വളച്ച് പരസ്പരം മുട്ടിച്ചാൽ അതിൻ്റെ ഒരറ്റം ദ പെന്തക്കോസ്ത് മിഷനും ഒരറ്റം കത്തോലിക്ക സഭയുമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ പെന്തക്കോസ്ത് മിഷനിൽ ധാരാളം നല്ല ആളുകളുണ്ട്. നിർമ്മലമായി ദൈവത്തെ വിളിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ തന്നെ ആ സഭയുടെ ഉപദേശങ്ങൾ മറ്റ് പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശങ്ങളുമായി വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. TPM സഭയുടെ ഉപദേശങ്ങൾ വ്യക്തമാക്കുവാനോ അതിനെ വിശകലനം ചെയ്യുവാനോ അല്ല ഞാൻ ശ്രമിച്ചത്. TPM സഭയുടെ ഉപദേശങ്ങളും നടപടിക്രമങ്ങളുമായി മറ്റ് പെന്തക്കോസ്ത് സഭകൾക്കുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുവാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ധാരണ ഇതുമൂലം നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.